എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ഇഷ്ടങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മൾ ആദ്യമേ കണ്ടു പരിചയമുണ്ടാവുമല്ലോ. ഇത് അറേഞ്ച്ഡ് ആണെങ്കിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, ആ വ്യക്തിക്ക് എത്രത്തോളം നമ്മളോട് ഇഷ്ടമുണ്ടോ നമുക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നത് ആരായിരിക്കണം? നമ്മളെ വൈഫിനെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ലൈഫ് ലോങ് കളറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രണയമാണ് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി വരുന്നത്. ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിച്ചവർക്ക് കല്യാണത്തിന് ശേഷം പ്രണയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തീർച്ചയായിട്ടും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതല്ല. മറ്റേത് ചെറിയ ഗ്യാപ്പിൽ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചിട്ടാണ് നമ്മളിതാകുന്നത്. അപ്പോൾ നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അത് പോസിബിലിറ്റീൻ്റെ ഭാഗമായിട്ടല്ലേ. കാരണം ചിലപ്പം നന്നാവും, ചിലപ്പം ശരിയാവില്ല. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ശ്യാം പ്രകാശ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ടോപ്പിക്കിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രണയം. ഒരു വളരെ നല്ലൊരു വികാരമാണ് പ്രണയം. അങ്ങനെയെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ കല്യാണത്തിന് മുമ്പിട്ട് പ്രണയിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിക്കുന്നതാണോ നല്ലത്? ഈ ഒരു വിഷയത്തിലെ സമൂഹത്തിലെ വിവിധ തലത്തിലുള്ള ആൾക്കാർ എന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, വെൽക്കം ടു ശ്യാമിൻ്റെ യാത്രയിലേക്ക്. എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഇഷ്ടങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മൾ ആദ്യമേ കണ്ടു പരിചയമുണ്ടാവുമല്ലോ. ഇത് അറേഞ്ച്ഡ് ആണെങ്കിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, ആ വ്യക്തിക്ക് എത്രത്തോളം നമ്മളോട് ഇഷ്ടമുണ്ടോ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ കണ്ടില്ല, എത്ര ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആദ്യം അറേഞ്ച്ഡ് മാരേജ് നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. ഭർത്താവിനെ സഹിച്ചും ഇങ്ങനെ നമ്മൾ ലവ് മാരേജ് ആണ്, നമ്മൾ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആളുണ്ടാവും. അതായത് കുറേ കാലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ ഒരാളെ ആയിരിക്കും നമ്മൾ കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് ഈ ബന്ധങ്ങൾക്ക് ഇഴയെടുപ്പം കൂടും. അറേഞ്ച് മാരേജ് ആകുമ്പോൾ പെട്ടെന്നുള്ള കല്യാണം ആകുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി എങ്ങനെയാണെന്ന് പോലും നമ്മൾ അറിയാതെ ആയിരിക്കും ആ ഒരു ബന്ധത്തിലേക്ക് പോവുക. അതൊരു ജീവിതകാലം മുഴുവനും സഹിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ടാണ് മോള് പ്രണയ വിവാഹം ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നത് ആരായിരിക്കണം? നമ്മളെ വൈഫിനെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ലൈഫ് ലോങ് കളറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പരസ്പരം സ്നേഹിച്ചും ഒരുപാട് ഇണക്കങ്ങളെല്ലാം ആയിട്ട് സ്വന്തം വൈഫിനെ തന്നെ സ്നേഹിക്കുക, അതുപോലെ തിരിച്ച് വൈഫ് ഹസ്ബൻഡിനെ സ്നേഹിക്കുക. അപ്പോൾ അവിടെ ഒരു നല്ല പ്രണയം ഉണ്ടാവും. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, അതോ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നതാണോ? പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ രണ്ടും നല്ലതാണ്. പക്ഷെങ്കിൽ അത് ഒരു റിയലായിട്ടുള്ളൊരു പ്രണയം അത് ഒരു പ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞിട്ടായാലും നല്ലതാണ്, അതിൻ്റെ മുമ്പായാലും നല്ലതാണ്. പക്ഷെ അത് എപ്പോഴായാലും റിയലായിരിക്കണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിച്ചുകൂടാ എന്നില്ല. അങ്ങനെയാണ് പ്രണയം, അതൊരു റിയലായിട്ടൊരു പ്രാവശ്യമല്ലേ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രണയമാണ് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടത്? അത് നമുക്ക് ഇഷ്ടപ്പെടാനും പിന്നെ മറ്റൊരു ബാഹ്യ സൗന്ദര്യങ്ങളൊന്നും കണ്ടിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കില്ല. കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു കാരണം ലൈഫ് ലോങ് നമുക്ക് പ്രണയിക്കാം, അല്ലേ? നമുക്ക് വേറെ നഷ്ടപ്പെട്ടു പോകുന്നില്ല, നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ പ്രണയിക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് മാഡം പറയുന്നത് കല്യാണത്തിന് ശേഷമുള്ള പ്രണയമാണ്. ഈ ഒരു വിഷയത്തിൽ മിഥുൻ സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. സർ, പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിക്കുന്നതാണോ? അല്ല, അതിപ്പം രണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ പ്രണയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതായത് കല്യാണത്തിന് മുമ്പായാലും കല്യാണത്തിന് ശേഷമായാലും പ്രണയം ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ റിയാലിറ്റി. നമുക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഒത്തിരി പേര് പറയും. പക്ഷെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി വരുന്നത്. ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിച്ചവർക്ക് കല്യാണത്തിന് ശേഷം പ്രണയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം പരസ്പരം മനസ്സിലാക്കുക. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും കല്യാണത്തിന് മുമ്പായിരിക്കുമെങ്കിൽ പ്രണയം ഉണ്ടായിരിക്കണം, പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. അതെ, അതിൻ്റെ അകത്തുള്ളൊരു അഭിപ്രായം അതാണ്. വെരി ഗുഡ് സാർ, താങ്ക് യു. നമസ്കാരം പ്രണീത് സാർ. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിക്കുന്നതാണോ നല്ലത്?
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അറേഞ്ച്ഡ് മാരേജ് ചെയ്ത ഒരാളാണ്. അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാണ്, എൻ്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന് ശേഷം പ്രണയിക്കുന്നതായിരിക്കും നല്ലത്. അത് എന്താ പറഞ്ഞാൽ മുന്നേ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പ്രണയം അങ്ങ് തീർന്നു പോയ പോലെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞതിന് ശേഷം. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് പ്രണയിക്കുന്ന എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. അതൊരു പുതിയ കണ്ടുപിടുത്തമാണ്, പ്രണയം തീർന്നു പോകും അങ്ങനെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. പ്രണയിച്ച് കഴിഞ്ഞല്ലോ നമ്മൾ പ്രണയിച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാം കിട്ടിയ ഒരു സ്വന്തമായതിനു ശേഷം പിന്നെ പ്രണയം നഷ്ടപ്പെടുന്നാണോ പറയുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ആണല്ലേ? ഓക്കെ. സ്വന്തമാക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രണയം നഷ്ടപ്പെടും. ഫുള്ളായിട്ട് നഷ്ടപ്പെടുന്നല്ല. സാറിൻ്റെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അതെ, എൻ്റെ അറേഞ്ച്ഡ്. ഓക്കെ. ഋതുലിൻ്റെ അഭിപ്രായത്തിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിക്കുന്നതാണോ? തീർച്ചയായിട്ടും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതല്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരാളെ മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതും മനസ്സിലാക്കേണ്ട കല്യാണം കഴിക്കുന്നത് രണ്ടല്ലേ. ഓക്കെ. നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഒരാളെ നല്ല സ്വഭാവം മോശ സ്വഭാവം എല്ലാം മനസ്സിലാക്കിയിട്ട് അവരെ കല്യാണം കഴിക്കുന്നത്. അതിനുള്ള സമയം കിട്ടും അല്ലേ? സമയം കിട്ടും. പക്ഷേ മറ്റേത് ചെറിയ ഗ്യാപ്പിൽ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചിട്ടാണ് നമ്മളിതാകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അത് പോസിബിലിറ്റീൻ്റെ ഭാഗമായിട്ടല്ലേ. കാരണം ചിലപ്പം നന്നാവും, ചിലപ്പം ശരിയാവില്ല. ഓക്കെ. ഈ കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ വരുന്ന ആൾ ചിലപ്പം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ചെറിയൊരു സമയത്താണ് ഇവർ മാതാപിതാക്കന്മാരുടെയൊക്കെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള പല ഘടകങ്ങൾക്കും വഴങ്ങിയായിരിക്കും ചിലപ്പം കല്യാണത്തിൽ നിൽക്കുന്നത് തന്നെ. പല ബാഹ്യ സൗന്ദര്യമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതിന് ശേഷം ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും പ്രണയിച്ച് തന്നെ കല്യാണം കഴിക്കണം. അതാണ് ശരി. അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് ഒരു ചായ കുടിക്കുന്ന ഗ്യാപ്പിലാണ് നമ്മളെ ലൈഫ് പാർട്ണർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഈ ഒരു സമയം മതിയോ ശരിക്കും നമ്മളെ ലൈഫ് പാർട്ണർ തിരഞ്ഞെടുക്കാൻ? ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ പാർട്ണർ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവളിപ്പോൾ എൻ്റെ ഗുഡ് സൈഡും അറിയണം, ബാഡ് സൈഡും അറിയണം. ഞാൻ ഒരിക്കലും ഒരാളും പെർഫെക്റ്റ് അല്ല. അപ്പോൾ എൻ്റെ പോരായ്മകളും അതേപോലെ തന്നെ എൻ്റെ ഉള്ള നന്മകളും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. അതൊരിക്കലും നമുക്ക് ഈ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഒരിക്കലും നമ്മളെ പാർട്ട്ണറെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴും അവർ ഈ ഷോ ചെയ്ത് വെക്കുന്നത് അവരെ ഗുഡ് സൈഡ് മാത്രമായിരിക്കും. അവരെ വലിയ വീട് അല്ലെങ്കിൽ അവരെ പൈസ ഉണ്ട്, ഈ ഒരു അവരെ എഡ്യൂക്കേഷൻ, ഇത് മാത്രമേ നമ്മൾ അന്നേരം അറിയുന്നുള്ളൂ. ശരിയാണ്. കൂടുതലായിട്ട് അയാൾക്ക് ഇന്ന പോരായ്മകളുണ്ട്, അല്ലെ അയാൾക്ക് ഇന്നതാണ് കൂടുതൽ ഇഷ്ടം, ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല, ഇതൊന്നും ഈ ഒരു ഗ്യാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ആഫ്റ്റർ മാരേജിന് ആയിരിക്കും അവരുടെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവും അല്ലേ? തീർച്ചയായും. ആ സമയത്ത് പിന്നെ പ്രണയമല്ല ഉണ്ടാവുക, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ഫാമിലിനെ ഉറപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളാണെങ്കിൽ കുട്ടികളെ ഫ്യൂച്ചർ ആലോചിച്ചിട്ടൊക്കെ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ലൈഫ് ലോങ് പോവാണ്, അല്ലാണ്ട് ഒരു പ്രണയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. കല്യാണത്തിന് മുമ്പുള്ള പ്രണയമാണോ നല്ലത്, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ള പ്രണയമാണോ നല്ലത്? കല്യാണത്തിന് മുന്നേ ഉള്ള പ്രണയമാണ് നല്ലത്. ഓക്കെ. എന്തുകൊണ്ടത്? നമുക്ക് കൂടുതലും മനസ്സിലാക്കാം. അതായത് നമുക്ക് പ്രണയിക്കുന്ന ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കല്യാണം കഴിക്കാമല്ലോ. ശരിയല്ലേ? ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.